പറ്റിക്കാൻ എളുപ്പമാണ്. 4 കാശ് ലാഭം കിട്ടുമെന്ന് പറഞ്ഞാൽ കയ്യിലുള്ള കാശല്ല, കടം വാങ്ങിപ്പോലും തട്ടിപ്പുകാർക്ക് കൊടുക്കാൻ മടിയില്ലാത്തവരാണ് മലയാളികൾ. ആടുതേക്ക് മാഞ്ചിയം മുതൽ പുരാവസ്തു തട്ടിപ്പ് വരെ വ്യത്യസ്തങ്ങളായ നിരവധി തട്ടിപ്പുകൾക്ക് മലയാളികൾ ഇരയായിട്ടുണ്ട്. സാങ്കേതിക വിദ്യ വികാസം പ്രാപിച്ചതോടെ ഓൺലൈൻ തട്ടിപ്പുകളിൽ കുടുങ്ങുന്ന മലയാളികളും കുറവല്ല. എന്നാൽ ഈ തട്ടിപ്പുകളുടെ എല്ലാം മുകളിലാണ് മലപ്പുറത്തെ മുസ്ലിം ലീഗ് നേതാവ് സ്വന്തമായി വികസിപ്പിച്ചെടുത്ത തട്ടിപ്പ് രീതി. സംഗതി ക്ലിക്കായെങ്കിലും ഒടുവിൽ ലീഗ് നേതാവ് കുടുങ്ങി. ഇപ്പോൾ സർക്കാരിന്റെ അതിഥിയായി മഞ്ചേരി സബ് ജയിലിലാണ്. അതെ, യൂത്ത് ലീഗ് നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ടി.പി. ഹാരിസിന്റെ തട്ടിപ്പിന്റെ കഥയാണിത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ മക്കരപ്പറമ്പ് ഡിവിഷൻ അംഗവും യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റുമാണ് ടി.പി. ഹാരിസ്. ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികൾ ബിനാമി പേരിൽ കരാറെടുക്കുകയും ഇതിനായി പണം മുടക്കാൻ തയ്യാറുള്ള നിക്ഷേപകർക്ക് ലാഭത്തിന്റെ 50% നൽകുമെന്നും വിശ്വസിപ്പിച്ചായിരുന്നു ഹാരിസിന്റെ തട്ടിപ്പ്. ഈ ഇനത്തിൽ ടിയാൻ അടിച്ചു മാറ്റിയതാകട്ടെ 25 കോടി രൂപയും. വളരെ വ്യത്യസ്തമാണ് ഹാരിസിന്റെ തട്ടിപ്പ് രീതി. മാധവൻ കട്ടതൊന്നും ചെയ്ക്ക് വിട്ടു പോയിട്ടില്ല എന്ന മീശ മാധവനിലെ ഡയലോഗിനെ അനുസ്മരിക്കും വിധം പറഞ്ഞാൽ ഹാരിസ് പറ്റിച്ചവരെല്ലാം ഹാരിസിന്റെ തന്നെ പാർട്ടിക്കാരായിരുന്നു. മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിം ലീഗുകാരാണ് തട്ടിപ്പിൽ കുടുങ്ങിയവരെല്ലാം. ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന പ്രൊജക്ടുകളുടെ മൊത്തം നിർവഹണം തനിക്കാണെന്നും പർച്ചേസ് കമ്മിറ്റിയുടെ ഓൾ ഇൻ ഓൾ താനാണെന്നും അവകാശപ്പെട്ട് ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികൾ ബിനാമി പേരിൽ കരാറെടുക്കുകയും ഇതിനായി പണം മുടക്കാൻ തയ്യാറുള്ള നിക്ഷേപകർക്ക് ലാഭത്തിന്റെ 50% നൽകുമെന്നും വിശ്വസിപ്പിച്ചാണ് തങ്ങളിൽ നിന്ന് പണം വാങ്ങിയതെന്നാണ് തട്ടിപ്പിന് ഇരയായവർ പറയുന്നത്. ഇയാൾ മാത്രമല്ല, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം.കെ. റഫീഖ്, വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം, സെക്രട്ടറി ബിജു എന്നിവർക്കെല്ലാം ഇക്കാര്യം അറിയാമെന്നും സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലായതിനാൽ ജില്ലാ പഞ്ചായത്തിന്റെ ബില്ലുകൾ മാറിക്കിട്ടിയില്ലെന്നും പറഞ്ഞ് 1.5 വർഷമായി ലാഭവിഹിതം നൽകുന്നില്ലെന്നും തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് ഹാരിസ് സൗദിയിൽ ബിനാമി ബിസിനസ് നടത്തുന്നതായും ആരോപിച്ച് നിക്ഷേപകരിൽ 6 പേർ മലപ്പുറം പോലീസ് മേധാവിക്ക് പരാതി നൽകുകയായിരുന്നു. 200-ന് മുകളിൽ പേരിൽ നിന്നായി 25 കോടിയിലേറെ തട്ടിയെടുത്തതായാണ് പരാതിക്കാർ പറയുന്നത്. പാർട്ടി നേതൃത്വത്തിലെ ചിലരും ഇടനിലക്കാരും ഉദ്യോഗസ്ഥരുമെല്ലാം ഈ തട്ടിപ്പിൽ വിഹിതം പറ്റുന്നതായും നിക്ഷേപകർ ആരോപിക്കുന്നുണ്ട്. പോലീസിന് നൽകിയ പരാതി പിൻവലിക്കാൻ ചില ലീഗ് നേതാക്കൾക്ക് വലിയ തോതിൽ സമ്മർദ്ദം നൽകുന്നതായും ശ്രുതി പരത്തുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന് ലഭിച്ച പരാതിയിൽ അന്വേഷണത്തിനായി മലപ്പുറം ഡിവൈഎസ്പി ബിജുവിനെ ചുമതല നൽകിയിരുന്നു. മലപ്പുറം കുട്ടിലങ്ങാടിയിൽ നിർധന കുടുംബത്തിലെ പെൺകുട്ടിയുടെ വിവാഹം നടത്തുന്നതിനായി നാട്ടുകാർ സഹായ കമ്മിറ്റി ഉണ്ടാക്കി പിരിവെടുത്ത് സ്വരൂപിച്ച 4.5 ലക്ഷം രൂപ മക്കരപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ വനിതാ മെമ്പർക്കും അവരുടെ കുടുംബത്തിനായി 1.35 കോടി രൂപ എന്നിങ്ങനെ ഒട്ടേറെ പേർക്കാണ് പണം നഷ്ടപ്പെട്ടത്. മക്കളുടെയും മരുമക്കളുടെയും സ്വർണ്ണാഭരണങ്ങൾ വിൽപ്പന നടത്തിയ പണവും സഹോദരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും പണവും വനിതാ മെമ്പറുടെ ശുപാർശയിലൂടെയാണ് നിക്ഷേപിച്ചത്. പ്രതി ഹാരിസ് ജോലി ചെയ്യുന്ന എയ്ഡഡ് സ്കൂളിലെയും അയാളുടെ ഭാര്യ ജോലി ചെയ്യുന്ന സ്കൂളിലെയും സഹപ്രവർത്തകരെയും കൂട്ടത്തോടെ കെണിയിലാക്കിയിട്ടുണ്ട്. അധ്യാപകരും അനധ്യാപകരും PF നിക്ഷേപം പിൻവലിച്ചാണ് പണം നൽകിയത്. ഇതുകൂടാതെ സ്കൂളിലെ സഞ്ചയിക നിധിയിലെ പണം തിരിമറി നടത്തിയെന്നും സ്കൂൾ അധികൃതർ വിദ്യാഭ്യാസ വകുപ്പിൽ പരാതി നൽകിയിട്ടുണ്ട്. കൂട്ടിലങ്ങാടിയിലെ പെൺകുട്ടിയുടെ നിക്കാഹ് കഴിഞ്ഞ വേളയിലാണ് ഹാരിസ് സഹായ കമ്മിറ്റിയെ സമീപിച്ച് അവർക്കായി സ്വരൂപിച്ച പണം കൈക്കലാക്കിയത്. പെൺകുട്ടിക്ക് വേണ്ടി സ്വർണ്ണാഭരണങ്ങൾ കടമായി വാങ്ങിച്ച ജ്വല്ലറിയുടെ ഉടമ നിക്കാഹ് കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം യുവതിയുടെ വീട്ടിലെത്തി പണത്തിനായി ബഹളമുണ്ടാക്കിയതോടെ പെൺകുട്ടിയുടെ മാതാവ് ഹാരിസിനെ സമീപിച്ച് പണം തിരികെ ആവശ്യപ്പെട്ടു. തൽക്കാലം ഒരു രക്ഷയുമില്ല എന്നായിരുന്നു ഹാരിസിന്റെ മറുപടി എന്ന് പറയുന്നു. ഇതോടെ പെൺകുട്ടിയുടെ മാതാവ് കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുടക്കി. അങ്ങനെയാണ് പുറം ലോകം ഈ നിക്ഷേപ കഥ അറിയുന്നതും. 4,40,000 രൂപയാണ് ഇവരിൽ നിന്നായി ഹാരിസ് തട്ടിയതത്രേ. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെ ചില പള്ളി മദ്രസ കമ്മിറ്റികളും നിക്ഷേപ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. വെണ്ണക്കോട് പള്ളി കമ്മിറ്റി, മദ്രസ കമ്മിറ്റി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രവർത്തികളുടെ കരാർ ബിനാമി പേരിൽ സ്വന്തമാക്കി ഇതിനായി എന്ന പേരിൽ ഒരു സംഘം വൻതോതിൽ നിക്ഷേപം സമാഹരിക്കുകയും ലാഭവിഹിതം പങ്കിട്ട് കോടികൾ ഉണ്ടാക്കുന്നതിന് പുറമെ നിക്ഷേപത്തുക അപ്പാടെ അടിച്ചു മാറ്റിയ സംഭവം മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ ആർക്കും ഒന്നും അറിയില്ല എന്നാണ് ഭാഷ്യം. നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. നിക്ഷേപകരോട് പണമിടപാട് രേഖകൾ ഹാജരാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പരിശോധിച്ച ശേഷം മറ്റ് നടപടികളിലേക്ക് നീങ്ങും. ഒരു പഞ്ചായത്ത് അംഗം തനിയെ നടത്തിയ തട്ടിപ്പായാണ് ഈ സംഭവത്തെ പാർട്ടി വിശദീകരിക്കുന്നത്.
ജില്ലാ പഞ്ചായത്ത് ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന ഈ ഇടപാടിൽ നിക്ഷേപത്തുക തിരികെ കിട്ടാതായതോടെ ജില്ലാ പഞ്ചായത്തിൽ അന്വേഷിച്ചെത്തിയ നിക്ഷേപകരോട് ഹാരിസിന് വേണ്ടി സെക്രട്ടറി മയത്തിൽ സംസാരിച്ചതായി പരാതിക്കാർ വ്യക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിലും സെക്രട്ടറിക്ക് തട്ടിപ്പ് സംബന്ധിച്ച് അറിയാമായിരുന്നു എന്നതുകൊണ്ടുമാണ് സെക്രട്ടറിയെ പോലീസ് പ്രതി ചേർത്തിട്ടുള്ളത്. പരാതിക്കാരിൽ ഒരാളായ രാമപുരം സ്വദേശി സഫീറിന്റെ മൊഴി അടിസ്ഥാനമാക്കിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. സഫീറിൽ നിന്നും 80 ലക്ഷം രൂപയും ബന്ധുക്കളിൽ നിന്ന് 3.57 കോടി രൂപയും തട്ടിയെടുത്തു എന്നാണ് സഫീറിന്റെ മൊഴി. കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി അഴിമതി കേസിൽ പ്രതിയാകുന്നത് അത്യപൂർവമാണ്. ജില്ലാ പഞ്ചായത്ത് മറ്റ് അംഗങ്ങളുടെയും സെക്രട്ടറി ഉൾപ്പെടെയുള്ള മറ്റ് ഉദ്യോഗസ്ഥരുടെയും പങ്ക് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഹാരിസിന്റെ ഏറ്റവും അടുത്ത ചങ്കും ലീഗ് അനുഭാവിയുമായ ബെണ്ണക്കോട് സ്വദേശിയുടെ നേതൃത്വത്തിൽ സൗദിയിലുള്ള ബിസിനസ്സിൽ ഹാരിസിന് പങ്കാളിത്തമുള്ളതായി നിക്ഷേപകർ ആരോപിക്കുന്നുണ്ട്. 1.5 വർഷത്തിനിടയിൽ സൗദി അറേബ്യയിൽ മാത്രമായി 12 ഫാസ്റ്റ് ഫുഡ് കടകൾ ആരംഭിച്ചതായും പറയുന്നു. ഇക്കാര്യം പാർട്ടി നേതൃത്വത്തിന് അറിയാമെന്നും നിക്ഷേപകർ പറയുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിനെ ബന്ധപ്പെടുത്തുന്ന പല തട്ടിപ്പ് വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ വെച്ചാണ് തുക കൈമാറിയതെന്നും ഫ്രണ്ട് ഓഫീസിൽ തന്നെ ഇതിന് സംവിധാനമുണ്ടെന്നും നിക്ഷേപകരുടെ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. തുടക്കത്തിൽ കൃത്യമായ ലാഭവിഹിതം നൽകി വിശ്വാസ്യത ആർജിപ്പിച്ചാണ് ഹാരിസ് തട്ടിപ്പ് കളമൊരുക്കിയത്. ജില്ലാ പഞ്ചായത്തിന്റെ മറവിൽ നടക്കുന്ന ബിനാമി ഇടപാടുകൾ സംബന്ധിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിന് നിക്ഷേപകർ പരാതി നൽകിയിരുന്നു. നിക്ഷേപമായി സ്വീകരിച്ച പണം ഏറിയ പങ്കും തിരിച്ചു നൽകിയതായും 14 കോടി മാത്രമേ ബാക്കിയുള്ളതെന്നും കണക്കാണ് ഹാരിസ് പാർട്ടിക്ക് നൽകിയത്. ജില്ലാ പഞ്ചായത്തിന്റെ മറവിൽ വേറെയും തട്ടിപ്പുകൾ നടന്നതായി നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. കേരള ബാങ്ക് എടക്കര ശാഖയിൽ നിന്ന് ഒരു പ്രമുഖൻ അനധികൃത വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയതിന് വിജിലൻസ് അന്വേഷണം നേരിടുന്നുണ്ട്. ഭാര്യയുടെയും മക്കളുടെയും മറ്റ് ബിനാമികളുടെയും പേരിൽ കോടികൾ വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാതെ പണം തട്ടിയെന്നായിരുന്നു കേസ്. 1.5 വർഷം മുൻപാണ് വിജിലൻസ് കേസ് എടുത്തത്. എന്നാൽ മിറാക്കിൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ അടുത്തിടെ ഈ ഭീമമായ തുക തിരിച്ചടച്ചു. ഇത് ഇപ്പോഴത്തെ നിക്ഷേപ തട്ടിപ്പിന്റെ ഭാഗം തന്നെയാണെന്ന് ആരോപിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിലെ മറ്റൊരു വനിതാ അംഗത്തിന്റെ ഭർത്താവ് അദ്ദേഹം ജോലി ചെയ്യുന്ന സഹകരണ ബാങ്കിൽ സാമ്പത്തിക തിരിമറി തട്ടിയതിന് നടപടി നേരിട്ടിരുന്നു. സെക്രട്ടറി ആയിരിക്കെ സ്ഥിര നിക്ഷേപത്തിൽ തിരിമറി നടത്തി പണം തിരിച്ചെടുത്തു എന്നായിരുന്നു പരാതി. അന്വേഷണത്തെ തുടർന്ന് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അടുത്തിടെ ഈ തുകയും തിരിച്ചടച്ച് ജോലിയിൽ വീണ്ടും തിരികെ കയറി. ഈ 2 സംഭവങ്ങളിലും ഭീമമായ വൻ തുക തിരിച്ചടയ്ക്കാൻ ഇരുവർക്കും എങ്ങനെ സാധിച്ചു എന്ന ചോദ്യവും നിക്ഷേപകർ ഉയർത്തുന്നുണ്ട്. നിക്ഷേപ തട്ടിപ്പ് വിവരം പുറത്തു വന്നതോടെ TP ഹാരിസിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി ചന്ദ്രിക ദിനപത്രത്തിൽ ചെറിയ കോളത്തിൽ വാർത്ത പ്രത്യക്ഷപ്പെട്ടു. എന്തിനാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തത് എന്ന ചോദ്യം ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ചു. കഴിഞ്ഞ 3 യോഗങ്ങളിൽ ഹാരിസ് തുടർച്ചയായി ആബ്സെന്റ് ആണ് എന്നായിരുന്നു ഉത്തരം. ഇതോടെ ആളെവിടെ എന്ന ചോദ്യം ഉയർന്നു. അതിന് ഉത്തരവും ഉണ്ടായില്ല. ജില്ലാ പഞ്ചായത്ത് നേതൃത്വത്തിനും ഹാരിസിനുമെതിരെ ഉയർന്ന പരാതി യോഗത്തിൽ ചർച്ച ചെയ്യണം എന്ന ആവശ്യമുയർന്നു. അതിനും സൗകര്യമില്ല എന്നായിരുന്നു പ്രസിഡന്റിന്റെ മറുപടി. UDFന്റെ മറ്റംഗങ്ങളും അത് ഏറ്റുപിടിച്ചു. കേവലം ജില്ലാ പഞ്ചായത്തിന്റെ 4 പ്രൊജക്ടുകൾ വെച്ച് ഒരു സംഘം അടിച്ചു മാറ്റിയത് 25 കോടിയാണെങ്കിൽ സംസ്ഥാന ഭരണം ലഭിച്ചാൽ കേരളത്തെ ഇവർ തൂക്കി വിൽക്കില്ലേ എന്ന കമന്റും യോഗത്തിൽ മുഴങ്ങി. ജില്ലാ പഞ്ചായത്ത് പ്രവൃത്തികളിൽ ആർക്കും നേരിട്ട് കരാർ നൽകുന്നില്ല എന്നാണ് ജില്ലാ പഞ്ചായത്ത് നൽകുന്ന വിശദീകരണം. എന്നാൽ പണം കൈമാറിയത് ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ വെച്ചാണല്ലോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് വ്യക്തമായ മറുപടിയുമില്ല. തട്ടിപ്പിനിരയായ ഇരകൾ ജൂൺ ആദ്യവാരം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനോട് പരാതി പറഞ്ഞെങ്കിലും നടപടിയുണ്ടായില്ല. അധികൃതരുടെ ഈ നിലപാട് കൂടുതൽ സംശയത്തിന് വഴിവെക്കുന്നുണ്ട്. പ്രതി ഹാരിസ് റിമാൻഡിലായിട്ടും ജില്ലാ പഞ്ചായത്ത് അംഗമായി തന്നെ തുടരുകയാണ് എന്നതിലും നിഗൂഢതകൾ ഏറെയുണ്ട്.